എന്നതാടി നീ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുന്ന? അല്ല പണിക്കരേട്ടാ, ഈ മണി ചെയിൻ പദ്ധതി എങ്ങനെയാ? നല്ല ലാഭമുള്ള പരിപാടിയല്ലേ? ആ കഷ്ടം പിടിച്ച പരിപാടിയല്ലേ ഈ മണി ചെയിൻ. അയ്യോ, അതെന്താ നിനക്ക് അറിയത്തില്ലേ? ഈ മണി ചെയിനിൽ നമ്മൾ ഒരാളെ ചേർത്താ പിന്നെ ഒരു 5 പേരെ നമ്മൾ ചേർക്കണം. മാനഹാനി, ധനനഷ്ടം, സമയനഷ്ടം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ മണി ചെയിൻ. എടീ മണി ചെയിനിൽ ചേർന്നാ പെട്ടുപോകും. അയ്യോ, എങ്കിൽ ഞാൻ പെട്ടുപോയി. ഞാനും ഈ മണി ചെയിനിൽ ചേർന്നു. എന്നെ ആ സുമതി ചേർത്തതാ. അവളിപ്പോ 5 പേരെ ചേർക്കാൻ നടക്ക. ദുഷ്ട. എന്നാത്തിനാ കമലു ആവശ്യമില്ലാത്ത പണിക്ക് കടന്നത്? അനുഭവിച്ചു. ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എനിക്ക് വൈരാഗ്യമുള്ള 5 പേരെ ഞാൻ ഈ പദ്ധതി ചേർക്കുമല്ലോ. അത് കൊള്ളാം. ആദ്യം ആ സൂസിയെ ചേർക്കും. പോയി കിട്ടും. അത് വേണോ കമലു? അത് വേണം. മാത്രമല്ല പണിക്കരേട്ടൻ എന്നെ സഹായിക്കണം. പണിക്കരേട്ടൻ പറഞ്ഞ സൂസി മണി ചെയിനിൽ ചേരും. അയ്യോ, സൂസിയെ ചതിക്കാൻ ഞാനില്ല കമലു. അങ്ങനെ പറയല്ലേ പണിക്കരേട്ടാ. ഈ പദ്ധതി ചേർന്ന ആന കിട്ടും ചേന കിട്ടും എന്നൊക്കെ ചുമ്മാ തട്ടി വിട്ടേരെ. അവൾ ഇതില് വീഴും ഉറപ്പാ. എന്നെ കൊണ്ട് പറ്റത്തില്ല കമലു. സൂസിക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടും. അയ്യടാ, ഒരു സ്നേഹം അല്ലെങ്കിലും എനിക്ക് അറിയാം നിങ്ങൾക്ക് എന്നെക്കാളും സ്നേഹം ആ സൂസിയോടാണെന്ന്. ഞാൻ അങ്ങനെ അല്ലല്ലോ കമലു പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു വായിക്കും കൊള്ളത്തില്ല. എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുതല്ലോ. വാശി പിടിപ്പിച്ച് ഞാൻ സൂസിയെ ചേർത്തിരിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ സൂസിയുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞു ചിങ്കരിക്കണോന്ന് നിനക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ എങ്ങനെയാ സൂസിയെ ചേർക്കുന്നത്? ഒന്ന് സ്നേഹമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞാലല്ലേ സൂസിയെ മണി ചെയിനിൽ ചേർക്കാൻ പറ്റൂ. ഒരു നല്ല കാര്യത്തിനല്ലേ ഇച്ചിരി സ്നേഹമൊക്കെ കാണിച്ചോ. പരിധി വിട്ട് പെരുമാറിയാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും. ആഹാ, പറഞ്ഞു തീർന്നില്ല. സൂസി എത്തിയല്ലോ. ഹായ് സൂസി, ഞങ്ങള് സൂസിന്റെ കാര്യം ഇപ്പൊ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ചായ എടുക്കാം. എത്ര സോഷ്യലാ. അതുകൊണ്ടല്ലേ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നത്. പണിക്കരേട്ടാ ഇല്ല, നമ്മൾ എത്ര നാളായി? ഒരുപാട് നാളായല്ലോ സംസാരിച്ചിട്ടെന്ന് പറയുമായിരുന്നു. നല്ല സാരിയാണല്ലോ സൂസി. അയ്യോ, ബ്ലൗസിന്റെ കളർ നമ്മളെ സെയിം മാച്ച് ആണ് കേട്ടോ. ഓ, എന്നാ എനിക്കൊന്നും പറയാൻ വയ്യ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം ആണല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് ഊണിന് എന്തായിരുന്നു കറി? സാമ്പാറായിരുന്നു അല്ലേ? നന്നായിട്ട് സാമ്പാറൊക്കെ വെക്കാൻ അറിയാമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം സംസാരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാട്ടോ. എനിക്ക് ആ കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ പറഞ്ഞ സാമ്പാറിന്റെ കാര്യം തന്നെ സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കേ. എന്നാ പിന്നെ സൂസി നമുക്ക് അടുത്തിരുന്ന് സംസാരിക്കാം. സൂസിയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒരു മണി ചെയിനിൽ ചേരുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മണി ചെയിൻ എന്ന് കേട്ടിട്ടില്ലേ? മണി ചെയിൻ. ചായ എടുക്കുന്നതിന് മുമ്പ് സൂസി പോയോ? അവക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകാണ്ടെന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോയി. അവൾ എവിടെയെങ്കിലും പോട്ടെ. മണി ചെയിന് ചേർന്നു. എനിക്ക് അറിയായിരുന്നു പണിക്കരേട്ടൻ വിചാരിച്ച ഇത് സാധിക്കുമെന്ന്. എന്നാലും പണിക്കരേട്ടൻ അവളെ ചേർത്തല്ലോ. അവളല്ല ചേർന്നത്, പിന്നെ അവള് 2 മണി ചെയിനിൽ എന്നെ ചേർത്തടി.